അനൈക്യത്തിൻ്റെ മുന്നണിയാണ് ഇന്ത്യ സഖ്യമെന്ന് അത് രൂപം കൊണ്ട നാൾ മുതൽ ദിവസേനയെന്നോണം ജനങ്ങൾ കണ്ടുവരുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും നേതാക്കൾ തമ്മിലും പാർട്ടികൾ തമ്മിലും പോരടിക്കുന്നവരെ ഒരു സഖ്യമെന്ന് പോലും പറയാനാവില്ല. വിവിധ സംസ്ഥാനങ്ങളിലായുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞിട്ടും ഇന്ത്യ സഖ്യം അക്ഷരാർത്ഥത്തിൽ തമ്മിലടിച്ച് തലകീറുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ കണ്ടത്. ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഛത്ര സീറ്റിനെ ചൊല്ലി കോൺഗ്രസിൻ്റെയും RJDയുടെയും അനുയായികൾ ഏറ്റുമുട്ടുകയായിരുന്നു. ചിലരുടെ തലക്കടിയേറ്റ് ചോരയൊലിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നതോടെ ഐക്യത്തിൻ്റെ വക്താക്കൾ പരിഹാസ്യരായിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അവസാന നിമിഷം പിന്മാറുകയും സഖ്യത്തിൻ്റെ പ്രമുഖ നേതാവ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിട്ടുനിൽക്കുകയും ചെയ്ത യോഗത്തിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഒത്തൊരുമയോടെ ഒരു സമ്മേളനം പോലും നടത്താൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ BJPയായും അധികാരത്തിൽ മൂന്നാം ഊഴത്തിന് ശ്രമിക്കുന്ന കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നേരിടാനാവുക? ആശയക്കുഴപ്പവും പരസ്പര ശത്രുതയും പിടിമുറുക്കിയ ഇന്ത്യ സഖ്യത്തിന് ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ ഉൾപ്പെടെ നിർണായകമായ പല സംസ്ഥാനങ്ങളിലും പൊതുവായ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല. 100ലേറെ സീറ്റിൽ ഇന്ത്യ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികൾ എതിർത്ത് മത്സരിക്കുകയാണ്. ബംഗാളിലെ 40 സീറ്റും കേരളത്തിലെ 20 സീറ്റും ഇതിൽപ്പെടുന്നു. രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, അസം, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലും ഈ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ പരസ്പരം എതിർത്തും മത്സരിക്കുകയാണ്. പരസ്പരം പോരടിച്ചിരുന്ന പ്രതിപക്ഷ കക്ഷികൾ മോദി വിരോധം മുൻനിർത്തിയാണ് ഇന്ത്യ സഖ്യത്തിന് രൂപം നൽകിയത്. മുംബൈയിൽ ചേർന്ന സമ്മേളനത്തിൽ 14 അംഗ ഏകോപന സമിതിക്ക് രൂപം നൽകിയെങ്കിലും നയപരമായ കാര്യത്തിനും സീറ്റ് വിഭജനത്തിലും അഭിപ്രായ ഐക്യം കൊണ്ടുവരാൻ ഈ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. തീരുമാനങ്ങളൊക്കെ പ്രാദേശിക ഉപസമിതികൾക്ക് വിടുകയാണ് ഏകോപന സമിതിക്കാർ ചെയ്തത്. സഖ്യത്തെ നയിക്കുന്നു എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ നടത്തിയ ന്യായയാത്രയെ ഘടകകക്ഷികൾ പലരും ചോദ്യം ചെയ്തു. പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യേണ്ട അവസരത്തിൽ നേതാവ് ആള് കളിക്കുന്നതിനോടായിരുന്നു എതിർപ്പ്. പല സംസ്ഥാനങ്ങളിലും സഖ്യം നിലവിലില്ല. സഖ്യമുള്ളിടത്താകട്ടെ സീറ്റ് തർക്കം രൂക്ഷവുമാണ്. മഹാരാഷ്ട്ര, ബീഹാർ എന്നിവിടങ്ങളിൽ വളരെ വൈകി മാത്രമാണ് ഒരു കണക്കിന് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. ഇത് സംബന്ധിച്ച അസംതൃപ്തികൾ ഇനിയും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നതിന് തെളിവാണ് RJD മത്സരിക്കുന്ന മണ്ഡലം കോൺഗ്രസിന് നൽകിയതിനെ ചൊല്ലി റാഞ്ചിയിൽ നടന്ന ശാരീരികമായ ഏറ്റുമുട്ടൽ. ഇന്ത്യ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും ഈ പ്രശ്നമുണ്ട്. പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നില്ലെന്ന് മാത്രം. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇത് ബാധിക്കും എന്നുറപ്പാണ്. BJPക്കെതിരെ 400 മണ്ഡലങ്ങളിൽ കണ്ടെത്തുന്നതിനുള്ള ഇന്ത്യ സഖ്യത്തിന് പ്രയാസപ്പെടേണ്ടി വന്നു. മമതയുടെ തൃണമൂൽ സഖ്യം ഉപേക്ഷിച്ചതും JDU NDA ഭാഗമായതുമൊക്കെ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ്. മൂന്നാം മുന്നണിയിൽപ്പെടുന്ന പാർട്ടികളെ ഒപ്പം നിർത്താൻ കഴിയാത്തത് ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. മായാവതിയുടെ BSP ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാവാൻ കൂട്ടാക്കിയില്ല. ഇതിന് പിന്നാലെയാണ് നിതീഷ് കുമാറിൻ്റെ JDU പ്രധാനമന്ത്രി മോദിയെ നേതാവായി സ്വീകരിച്ച് NDAയിലേക്ക് വന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപജ്ഞാതാവും വക്താവുമായ ആളായിരുന്നു നിതീഷ്. മുന്നണി വിടുക മാത്രമല്ല, BJPയുമായി ചേർന്ന് ബീഹാറിൽ സർക്കാരുണ്ടാക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ അഹങ്കാരത്തിനേറ്റ പ്രഹരമായിരുന്നു ഇത്. അധിക നാൾ കഴിയുന്നതിന് മുൻപാണ് മമതയും സഖ്യം വിട്ടത്. ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിൽപ്പെട്ടവർ പരസ്പരം എതിർത്താണ് മത്സരിക്കുന്നത്. സഖ്യത്തിൻ്റെ നേതാക്കളിൽ ഒരാളായ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണല്ലോ മറ്റൊരു നേതാവ് രാഹുൽ ചോദിക്കുന്നത്. BJPയെ നേരിടാനാവാതെ ഉത്തര ഭാരതത്തിൽ നിന്ന് ഒളിച്ചോടിയ ആളാണ് രാഹുൽ എന്നാണ് ഇതിനുള്ള പിണറായിയുടെ മറുപടി. എത്ര അപഹാസ്യമാണിത്! ദേശീയ തലത്തിൽ തോളിൽ കൈയിട്ട് നടക്കുന്നവർ കേരളത്തിൽ പ്രകടിപ്പിക്കുന്ന ശത്രുത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ 2 നേതാക്കൾ ഒത്തുകളിക്കുകയാണെന്നും സംശയിക്കണം. ജയിച്ചാൽ പാർലമെൻറ്റിൽ ഒരുമിച്ച് നിൽക്കുന്നവർ എന്തിനാണ് കേരളത്തിൽ ഏറ്റുമുട്ടുന്നതെന്ന ചോദ്യം ജനങ്ങളുടെ മനസ്സിലുണ്ട്. രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ട കോൺഗ്രസ് മറ്റു പാർട്ടികളുടെ ചെലവിൽ നിലനിൽപ്പിന് ശ്രമിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇന്ത്യ സഖ്യം ഇല്ലാതാവുകയും കോൺഗ്രസ് അനാഥമാവുകയും ചെയ്യും.